നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വിശദാംശങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ അറിഞ്ഞാൽ നിങ്ങൾ അതിശയപ്പെടും. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തിയാക്കി മാറ്റിയത്, ഈ വ്യക്തിയെ സ്വന്തം തീരുമാനങ്ങളിലേക്കും സ്വന്തം ചിന്താഗതികളിലേക്കും ആക്കി മാറ്റിയ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. സ്വന്തമായി സ്നേഹിക്കുവാനും സ്വന്തമായി സെൽഫ് ലവ് ചെയ്യുവാനും സ്വന്തം ജീവിതത്തെ സ്നേഹത്തോടെ നോക്കിക്കാണുവാനും സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. ഈ വ്യക്തിക്ക് അത്രമാത്രം കടപ്പാടും സ്നേഹവും നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അത്രമേൽ യാഥാർത്ഥ്യമായിട്ടും ആഴമേറിയതുമായിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി. ഇവിടെ പലതരത്തിലും പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരേക്ക് നടന്നു നീങ്ങിയ നിങ്ങളെയും, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധം മര്യാദക്ക് മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ച് വളരെ ദൂരേക്ക് നടന്നു പോയ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അത്രമേൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ യാതൊരു തരത്തിലും മടിയുമില്ലാത്ത വ്യക്തികളുമാണ്. നിങ്ങളെ പല പ്രാവശ്യവും വേദനിപ്പിച്ചുകൊണ്ട് ദൂരേക്ക് നടന്ന് നീങ്ങിപ്പോയിട്ടുണ്ട് ഈ വ്യക്തി. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ വ്യക്തിയെ മറക്കുവാനോ വെറുക്കുവാനോ താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി മുഴുവനുമായും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് തടസ്സങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ആ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ സ്വന്തമാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള പ്ലാനിങ്ങും പദ്ധതികളും അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് പോസിറ്റീവായി മുന്നോട്ട് പോകുവാൻ ഈ വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിറവേറണമെന്നും നിറവേറ്റിയെടുക്കണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ കാത്തുരക്ഷിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കുവാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഈ വ്യക്തി അത്രമേൽ താല്പര്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയും ദയയും സ്നേഹവും തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ഹീലിംഗ് എനർജിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ ഏരിയൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹത്തെയാണ് ഇതിനോടകം സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് ഏരിയൽ മാലാഖയുടെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട് എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെയും ബാലൻസിൻ്റെയും ഹാർമണിയുടെയും വിജയത്തിൻ്റെയും വലിയൊരു അടയാളം തന്നെയാണ് ആർക്കേഞ്ചൽ ഏരിയൽ എന്ന് പറയുന്ന മാലാഖയുടെ സാന്നിധ്യം. ഈ മാലാഖ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുകയും പോസിറ്റീവായി തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടം കൊണ്ട് വിജയിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ നിങ്ങളുടെ വിജയം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ഹീലിംഗ് എനർജിയും മുച്ചന്മ പാപവും എല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാപവും മുച്ചന്മ പാപവും പാരമ്പര്യപരമായ ദോഷവും എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധതയുടെ വഴിയിലേക്ക് പോകാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് വാശിയേറി ദൂരേക്ക് പോയ ഈ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് കുറച്ചു നേരത്തേക്കുള്ളൊരു വാശിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഈ വ്യക്തി ദൂരേക്ക് നടന്നു നീങ്ങിയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നു നീങ്ങിയതല്ല. സാഹചര്യങ്ങളുടെ പിരിമുറുക്കം കൊണ്ടും സാഹചര്യങ്ങളിൽ പലതും മോശപ്പെട്ട രീതിയിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളിൽ നിന്നും ദൂരേക്ക് പോകേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സമാധാനപ്പെടുത്തുന്നതും സന്തോഷത്തിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള വ്യക്തി എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നതോടുകൂടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമാധാനവും വിശ്വാസവുമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങളിൽ നിന്നും ലഭിക്കും എന്നുറപ്പായപ്പോൾ നിങ്ങളെ വിട്ടു പോകാൻ ഈ വ്യക്തി തയ്യാറല്ല. ഇനി മറ്റാരൊക്കെ എന്തൊക്കെ വന്നു പറഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തി വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു നോക്ക് കാണാനെങ്കിലും നേരിട്ട് കാണാനെങ്കിലും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. നിങ്ങളുമായി ഇപ്പോൾ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നും മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പുറകിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ ഇത് വേണ്ട എന്ന് വെക്കാനുള്ള രീതിയിലേക്ക് പോകാനോ ഈ വ്യക്തി താല്പര്യപ്പെട്ടിട്ടില്ല. ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയായാലും ഈ വ്യക്തിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്തു തന്നെ ആയാലും ഇവിടെ നിങ്ങളെ ഒരുപാട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും ഈ വ്യക്തിയുടെ ഊർജത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത് റിയൂണിയൻ ആകാം, നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ സംസാരിച്ച് പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള കല്യാണമാകാം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കണ്ടുമുട്ടലുകളാകാം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതിനനുയോജ്യമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ആ മനോഹാരിത എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.